നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകത്തെ ക്ലബ്ബുകൾക്കിടയിലെ ക്ലബ് ട്രാൻസ്ഫറുകൾ, കളിക്കാരുടെ ക്ലബ് ട്രാൻസ്ഫറുകൾ പൊടിപൊടിക്കുകയാണ്. ഒട്ടേറെ അഭ്യൂഹങ്ങൾ, പല ക്ലബ്ബ് വിട്ടുള്ള ക്ലബ്ബ് കൂടുമാറ്റങ്ങൾ. ഇപ്പോൾ റോഡ്രിയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിന് ലോകകപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ റോഡ്രി കഴിഞ്ഞ ദിവസമാണ് ബാഴ്സലോണയിൽ എത്തിയത്. അങ്ങനെ ഒട്ടേറെ താരങ്ങൾ ഇങ്ങനെ വരുന്നു പോകുന്നു, ഇതാ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ തുടരുന്നു. അതിനിടയിൽ അർജന്റീനിയൻ സ്ട്രൈക്കർ ഹൂലിയൻ അൽവാരസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി വലിയ അഭ്യൂഹങ്ങളുണ്ട്. അദ്ദേഹം ബാഴ്സലോണയിലേക്ക് വരാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം മുതൽ എല്ലാ കാലത്തെയും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത്. ബാഴ്സലോണയ്ക്കാകട്ടെ ഒരു സ്ട്രൈക്കറുടെ, ഒരു സുപ്രീം സ്ട്രൈക്കറുടെ ആവശ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയും താല്പര്യം കാണിക്കുന്നുണ്ട് ഹൂലിയൻ അൽവാരസിൽ. അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. 100 മില്യൺ യൂറോയ്ക്ക് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കാൻ ഹൂലിയൻ അൽവാരസിന് ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിലവിലെ ഹൂലിയൻ അൽവാരസിൻ്റെ ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡ് അതിനോട് ഒത്തുപോയിരുന്നില്ല, അതിനോട് യോജിച്ചിരുന്നില്ല. എന്തായാലും അൽവാരസ് ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിയില്ല എന്ന് വരെ പറഞ്ഞിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് ഇതുവരെ ഹൂലിയൻ അൽവാരസിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൂലിയൻ അൽവാരസിന് ഇപ്പോൾ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ബാഴ്സലോണ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആഴ്ച അക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ അവർ ഈ ഡീൽ ഡ്രോപ്പ് ചെയ്യും. ഹൂലിയൻ അൽവാരസ് ഇനി അവർക്ക് വേണ്ട. ഈ ആഴ്ച അതിൽ തീരുമാനമുണ്ടാകണം. ഈ ആഴ്ചയും തീരുമാനമുണ്ടായില്ലെങ്കിൽ മറ്റ് കളിക്കാരിലേക്ക് പോകും. ഇപ്പോൾ വിക്ടർ ഗോക്രഷിൻ്റെ ഒക്കെ കാര്യങ്ങൾ വളരെയധികം ചർച്ചയിലുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. വിക്ടർ ഗോക്രഷൊക്കെ എന്നെ ബാഴ്സലോണ സൈൻ ചെയ്യും. അങ്ങനെ വന്നാൽ മറ്റ് സ്ട്രൈക്കർമാരെ ആരെങ്കിലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൽവാരസിന് നിലവിൽ സാധ്യതകളില്ലാതെയാകും. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച കൂടി കാത്തിരിക്കും. ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ ബിയിലേക്ക് കടക്കും എന്ന് ബാഴ്സലോണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൂലിയൻ അൽവാരസിന് അതിനിർണായകമാണ് ഈ ഒരാഴ്ച. അൽവാരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാനസികമായ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് എന്നേ പിരിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ആദ്യം ടീമിൻ്റെ കോച്ചായ ഡീഗോ സിമിയോണിയുമായി ചർച്ച ചെയ്തു. അപ്പോൾ ഡീഗോ സിമിയോണി എളുപ്പത്തിൽ കൈയൊഴുകുകയാണുണ്ടായത്. സിമിയോണി പറഞ്ഞു, ഞാൻ ടീമിൻ്റെ കോച്ച് മാത്രമാണ്, ക്ലബ്ബ് വിടലും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ക്ലബിൻ്റെ അധികൃതരാണ്, ക്ലബിൻ്റെ മാനേജ്മെൻറ്റാണ് എന്ന് പറഞ്ഞു. ഇനി ഹൂലിയൻ അൽവാരസിൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളത് ക്ലബിൻ്റെ CEO ആയിട്ടുള്ള ഗിൽ മാരിനുമായി സംസാരിക്കുക എന്നുള്ളതാണ്. ഗിൽ മാരിനുമായി സംസാരിക്കാൻ അദ്ദേഹം കുറേ ആയിട്ട് ശ്രമിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഗിൽ മാരിനുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അൽവാരസ്. കാരണം നേരത്തെ മാരിൻ ഒരു ഉറപ്പ് അൽവാരസിന് കൊടുത്തിരുന്നു. അത് ഇതാണ്: ഈ സമ്മറിൽ അദ്ദേഹത്തിന് അൽവാരസിന് മറ്റൊരു ടീമിലേക്ക് പോകണമെങ്കിൽ പോകാം, വിട്ട് കൊടുക്കാൻ തയ്യാറാണ്, താൻ എപ്പോൾ വേണമെങ്കിലും അതിന് തയ്യാറാണ് എന്ന് മാരിൻ അൽവാരസിന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടണം എന്നതാണ് അൽവാരസ് ആഗ്രഹിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെടണമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഗിൽ മാരിനെ മായി കാണാനും ചർച്ച ചെയ്യാനും സംസാരിക്കാനും അൽവാരസ് ആഗ്രഹിക്കുന്നത്. അത് ഇതുവരെ നടന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അറ്റ കൈ എന്ന നിലയിൽ മാരിനുമായി സംസാരിച്ച് തന്നെ പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുക എന്ന അവസാനത്തെ ശ്രമമാണത്, അവസാനത്തെ അറ്റ കൈയാണത്. ആ കാര്യത്തിലേക്ക് ഹൂലിയൻ അൽവാരസ് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മാരിനുമായി അൽവാരസിന് സംസാരിക്കാൻ കഴിയുമോ, അൽവാരസിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടാൻ കഴിയുമോ, ബാഴ്സലോണയിൽ ചേരാൻ കഴിയുമോ, ഇതെല്ലാം വലിയ ചോദ്യചിഹ്നങ്ങളായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മാരിൻ, അവരുടെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ CEO ആയിട്ടുള്ള ഗിൽ മാരിൻ തന്നെ സമ്മതിക്കണം. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ബാഴ്സലോണ ഈ ആഴ്ച കഴിഞ്ഞാൽ അൽവാരസിനെ ഒഴിവാക്കും, പ്ലാൻ ബിയിലേക്ക് കടക്കും എന്നത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അൽവാരസിന് ഇനിയുള്ള ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, ഒരാഴ്ച പരമാവധി ആണ് മുന്നിലുള്ളത്. അത് അതിനിർണായകമാണ്. അതിനകം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.